ഇപ്പൊ പുതിയ കാര്യങ്ങൾ മാറി, തലമുറ മാറി, പുതിയ പുതിയ ടെക്നോളജികളായി അല്ലെ? അപ്പൊ ഇനി വരുന്ന ഈ 5 വർഷക്കാലം താങ്കളുടെ ഭാഗത്ത് നിന്ന് വരുന്ന പുതിയ സംവിധാനങ്ങൾ എന്തായാലും ഞാനാണ് പറയുന്നത്, ആരും ചിന്തിക്കാൻ സാധിക്കാത്ത രാജീവ് ആവാസ് യോജന പോലുള്ള പ്രോജക്റ്റുകൾ ഹാർബർ വാർഡ് കേരളത്തിൽ തന്നെ ഒരേ ഒരു പ്രോജക്റ്റ് രാജീവ് ആവാസ് യോജന പ്രകാരം 1038 വീടുകൾ പാവപ്പെട്ട ആളുകൾക്ക് വീടുകൾ വെച്ചു കൊടുത്ത ഒരു പ്രദേശമാണ് ഹാർബർ വാർഡ്. അതുപോലെ തന്നെ ഇവിടെ നിരവധിയായ നിർദ്ധരായ പാവപ്പെട്ട ആളുകൾ, ഭവനമില്ലാത്ത, അത്യാവശ്യം വഴിവിളക്കുകളില്ലാത്ത, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമുക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത്. ഒട്ടനവധി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങൾ നമ്മൾ ഹാർബർ വാർഡിൽ ഇരുന്നപ്പോൾ പുതിയ തൊഴിൽ പരിശീലന സംവിധാനങ്ങൾ നമ്മൾ സ്ത്രീകളുടെ അടക്കം ഉദ്ധരിക്കുന്നതിന് വേണ്ടി പുതിയ സംവിധാനം നമ്മുടെ കിഡ്സ് കേരള ടൂറിസം ഡെവലപ്മെന്റിന്റെ സഹായത്തോടു കൂടി ഹാർബർ വാർഡിൽ നിരവധി നമുക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുവേണ്ടി സ്ത്രീകൾക്ക് പരിശീലനം നൽകാൻ സാധിച്ചു. അതുപോലെ ഉള്ള പിന്നോക്കക്കാരായ അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് പരിശീലനം നൽകി അവരെ സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രധാന ലക്ഷ്യം ഇവിടെയുണ്ട്. പാവപ്പെട്ട ആളുകൾക്ക്, നിരവധി ആളുകൾ, വളരെ നിർദ്ധരായ ആളുകൾ, നല്ല ഭവനമില്ലാതെ വളരെ ബുദ്ധിമുട്ടുകയാണ്. അവർക്ക് നല്ല വീടുകൾ വെച്ച് കൊടുക്കുക എന്നുള്ള ഒരു വലിയ ഒരു സ്വപ്നമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ അടിസ്ഥാന സൗകര്യത്തിൽ പ്രധാനമായും വരാണല്ലോ നമുക്ക് വഴികൾ. ഉറപ്പായിട്ടും നമുക്ക് ഏതോ പഴയ ഒരു 10-50 വർഷം മുമ്പുള്ള ഗ്രാമാന്തരീക്ഷ നഗരസഭയോട് കൂട്ടിച്ചേർത്ത് 15 വർഷമായി ഈ വിഴിഞ്ഞം വാർഡെന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത 40 വർഷമോ 50 വർഷമോ മുമ്പുള്ള ഗ്രാമങ്ങൾക്ക് അത്ര കിടപിടിക്കത്തക്ക രീതിയിലുള്ള റോഡുകൾ മുഴുവനും പല പ്രദേശങ്ങളിലും പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമില്ലാത്തൊരവസ്ഥയിലാണ്. അതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള നൂതനമായ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എന്തായാലും UDF സ്ഥാനാർത്ഥിയുടെ ഒരുപാട് വാഗ്ദാനങ്ങൾ, ഒരുപാട് പ്രഖ്യാപനങ്ങൾ നമ്മൾ കേട്ടു. എന്തായാലും അദ്ദേഹത്തിന് വിജയാശംസകൾ. താങ്ക് യു വെരി മച്ച്.